ഹിമശൈലങ്ങളിലെ ഋതുപൗർണമികൾ ഞങ്ങളുടെ പ്രണയത്തിനും ലാസ്യ നൃത്തങ്ങൾക്കും മഹാരുദ്ര താണ്ഡവങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. ആ ദേവസഭാ മണ്ഡപങ്ങളിലേക്ക് ഞങ്ങളിതാ യാത്രയാകുന്നു. വിട തരിക. ഭഗവാനെ, ഈ പുണ്യ മണ്ണ് ധന്യമായിരിക്കുന്നു. അങ്ങയുടെ പാദസ്പർശമേറ്റ് രാമേശ്വരം ഈശ്വര ചൈതന്യത്താൽ പ്രശോഭിതമായിരിക്കുന്നു. ഒരപേക്ഷയുണ്ട് ഭഗവാനെ, അങ്ങയുടെ സാന്നിധ്യം എന്നും ഈ മണ്ണിലുണ്ടാകണം. ഈ മണ്ണ്, ഈ രാമേശ്വരം ശിവപാർവതിമാരുടെ ഈശ്വര ചൈതന്യത്താൽ നിറഞ്ഞു തുളുമ്പുവാൻ തുടങ്ങുന്നു. ഒരിക്കൽ രാമരാവണ യുദ്ധം കഴിഞ്ഞ് എന്റെ അവതാരമായ ഭഗവാൻ ശ്രീരാമൻ ധനുഷ്കോടി കടന്ന് രാമേശ്വരത്തെത്തും. അന്ന് ശ്രീരാമൻ ശിവനെ ധ്യാനിച്ച് പുണ്യനദിയിൽ മുങ്ങി നിവർന്ന് മണലുകൊണ്ടൊരു ശിവലിംഗം തീർക്കും. ഇടതുഭാഗത്ത് ശ്രീപാർവതിയും വലതുഭാഗത്ത് ശ്രീപരമേശ്വരനും കുടികൊള്ളും. ആ മഹാപുണ്യക്ഷേത്രത്തിന് രാമനാഥസ്വാമി ക്ഷേത്രം എന്ന് പേര് വിളിക്കും.